അടിപൊളി വിഷയം പടം എന്ന് പറഞ്ഞ വിഷയം. അതായത് മമ്മൂട്ടി കമ്പനിയിൽ വന്നതിൽ ഇപ്പൊ എല്ലാ പടം സൂപ്പറാ. ഇതും അതുപോലെ തന്നെ സൂപ്പർ. ഓൾവേസ് മമ്മൂക്ക റോക്സ്. രണ്ടുപേരും നായകനാണ്. രണ്ടുപേരും കട്ടക്കട്ടക്ക. രണ്ടുപേരും നായകന്മാരാണ്. കിടിലം പടം. രണ്ടുപേരും വിനായകനും മമ്മൂട്ടിയും സൂപ്പർ. അതായത് മമ്മൂട്ടി കമ്പനിയിൽ വന്നതിൽ ഇപ്പൊ എല്ലാ പടം സൂപ്പറാ. ഇതും അതുപോലെ തന്നെ സൂപ്പറാ. കിടിലൻ. അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. ഇല്ല ഒരിക്കലും ഇല്ല. വിനായകൻ അടിപൊളിയായിരുന്നു. രണ്ടുപേരും ഈക്വലായിട്ട് പെർഫോം ചെയ്തു. ഒന്നും പറയാനില്ല. നല്ല സിനിമയായിരുന്നു. വിനായകനെ മമ്മൂക്കനെ ഇഷ്ടപ്പെട്ടു. ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. മമ്മൂട്ടി നല്ല പടമായിരുന്നു. മുന്നറിയിപ്പ് അതേപോലെ കാതിൽ ശേഷം മമ്മൂട്ടി നല്ലൊരു പടം കണ്ടു. നന്നായിട്ടുണ്ട്. മമ്മൂട്ടിക്ക് നല്ല റോളാണ്. വിനായകൻ നന്നായിട്ടുണ്ട്. പടം റെഡിയാണ്. അതെ, നമ്മൾ കാതലിനെ പോലെ അതുപോലെ മുന്നറിയിപ്പിനെ പോലെ ഇതുപോലത്തെ വ്യത്യസ്തമായ പടങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടുപേരും നായകന്മാർ. എന്താ പറയണ്ടേ, നമ്മുടെ മമ്മൂക്ക ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്തു. ഇതിങ്ങനെ എന്താ പറയുക, നമുക്ക് ഓൾറെഡി തന്നെ അറിയാം ആരാണ് ഇത് ചെയ്യുന്നതെന്ന്. പക്ഷേ അത് ആ സ്റ്റോറി കൊണ്ടുപോയിരിക്കുന്നത് ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ വിനായകൻ എല്ലാവരും നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഈ 21 നായികമാരെ എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ സീൻസ് കൊണ്ടുപോകുന്നുണ്ട്. അത് അധികമൊന്നും പറയുന്നില്ല, എല്ലാവരും കാണട്ടെ. ഓൾവേസ് മമ്മൂക്ക റോക്സ്. സൂപ്പർ. മമ്മൂക്കയുടെ തിരിച്ചുവരവാണ്. അടിപൊളിയായിട്ടുണ്ട്. വളരെ സട്ടിലായിട്ട് ആ സിനിമ നമ്മളെ കുക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ വളരെ നന്നായിട്ട് ഉണ്ട്. ഒരു സസ്പെൻസ് ത്രില്ലർ. ഞാൻ അതിൻ്റെ കഥയിലേക്ക് കടക്കുന്നില്ല, കാരണം കണ്ട് ആസ്വദിക്കേണ്ട പടമാണ്. നമ്മൾക്കൊരു അതുപോലെ തന്നെ വിനായകൻ നായകൻ, അതാണ് നായകൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സൂപ്പർ, അടിപൊളി. രണ്ടുപേരും തകർത്ത്. സൂപ്പർ ഫിലിം. സൂപ്പറാണ്, അടിപൊളി. രണ്ടുപേരും അടിപൊളി അഭിനയം. ക്ലൈമാക്സ് അടിപൊളി. നല്ല അടിപൊളി. നല്ല സസ്പെൻസ്. സസ്പെൻസ് ആണ്, ത്രില്ലർ. പടം കണ്ടിരിക്കാം. കൊള്ളാം. സസ്പെൻസ് കൊള്ളാം. വിനായകൻ കലക്കി, മമ്മൂട്ടിയും കലക്കി. കട്ടക്ക് കേട്ടാ നല്ല കൊള്ളാം. നല്ല പടം മുഴുവൻ കണ്ടിരിക്കാൻ. സസ്പെൻസ് തന്നെ. അതെ ഹൗസ്ഫുള്ളാണ്. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അടിപൊളി പടം. വിചാരിച്ചതിനേക്കാളും 10 ഇരട്ടി നമുക്ക് കിട്ടി. ധൈര്യമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തോ. അത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ജയിലർന്നൊന്നും ഇത്. ഇതാ ക്ലൈമാക്സിൽ വിനായകൻ നമുക്ക് തരും ഒരു ഐറ്റം. അത് തന്നെയാണ് ആ പടത്തിന്റെ ഒരു പീക്ക് ലെവല്. പക്ക പറയാനില്ല. ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല, പക്ഷെ പടം നല്ലതായിരുന്നു. വീണു പോയി. നല്ല പെർഫോമൻസ് ആണ്. പ്രതീക്ഷിക്കാതെ ഒരു ട്വിസ്റ്റ് ആയിരുന്നു പടത്തിന്. പുതിയൊരു ജേണറാണ് മമ്മൂക്ക് പിടിച്ചേക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താങ്ക്സ്. കൊള്ളാം. സൂപ്പർ. മമ്മൂക്ക ലക്കി, വിനായകനും സൂപ്പർ മൂവി. വളരെ ഹാപ്പി. അടിപൊളി പടം. അടിപൊളി വിഷയം പടം എന്ന് പറഞ്ഞ വിഷയം പടം. ഒന്നുമില്ല, രോമാഞ്ചം. മമ്മൂക്കയുടെ ഇന്റർവെൽ പഞ്ചുണ്ട്. അത് അടിപൊളി, ഒന്നും പറയാനില്ല. അതെ. ഒട്ടും വില്ലനായിട്ട് തകർത്താടി. അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാട്ടം. 74 അഴിഞ്ഞാട്ടേ അതൊക്കെ തീർത്തു. അയ്യോ, ലാസ്റ്റത്തെ ഒരു സാധനമുണ്ട്, മൊത്തത്തിൽ കത്തിച്ച്. വിനായകൻ സൂപ്പറായിട്ടുണ്ട്. ടോട്ടലി കൊള്ളായിരുന്നു. നൈസായിരുന്നു.
മമ്മൂട്ടി ഒരു വെറൈറ്റി ഒരു വേഷമാണ് ചെയ്തത്, ഇഷ്ടപ്പെട്ടു. വിനായകൻ നൈസ് കോമ്പായിരുന്നു, കൊള്ളായിരുന്നു.